ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി ക്രീമി ചീസി കോണാണ്. നല്ല ക്രീമി ആയിട്ടുള്ള അതുപോലെ തന്നെ ചീസിയും ആയിട്ടുള്ള കോണാണ് ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 2 കോണാണ്. 2 കോണ് നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം. അതൊന്ന് രണ്ടായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഇനി കട്ട് ചെയ്ത കോണ് ഒരു പാത്രത്തിലേക്ക് അല്പം വെള്ളം എടുത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലോട്ടേക്ക് ഈ കോണ് മാറ്റുന്നുണ്ട്. ഈ കോണ് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം ഏകദേശം ഒരു 2-3 മിനിറ്റായി നന്നായി കോണ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുക്ക് ചെയ്ത കോണൊന്ന് തണുക്കാനായി മാറ്റി വെക്കാം. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടർ ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം 3 അല്ലി വെളുത്തുള്ളിയാണ് കുഞ്ഞായി അരിഞ്ഞത് ഞാൻ അതിലോട്ടേക്ക് ചേർത്ത് കൊടുത്ത് വെളുത്തുള്ളി നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം, വെളുത്തുള്ളി കരിഞ്ഞു പോകാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വെളുത്തുള്ളി മൂത്ത് വന്നതിന് ശേഷം അതിലോട്ടേക്ക് 1 ടീസ്പൂണ് മൈദ ചേർക്കുന്നുണ്ട്. മൈദ ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക. എന്നിട്ട് മൈദ നന്നായിട്ടൊന്ന് ആ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ടേക്ക് 1 കപ്പ് പാലാണ് ഞാൻ ചേർക്കുന്നത്. 1 കപ്പ് പാല് ചേർത്തിട്ട് നന്നായി ഒന്ന് തിളപ്പിക്കുക. ആ സമയം തന്നെ പാലിലോട്ടേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പൊക്കെ നിങ്ങളെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കുക കേട്ടോ. ഓൾറെഡി ഞാൻ കോണിൽ ഉപ്പിട്ടതാണ്, അതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പ് മാത്രമേ ഞാൻ ഈ സമയം ചേർക്കുന്നുള്ളൂ. അതുപോലെ ചീസ് ചേർക്കാനുള്ളതാണ്, അതുകൊണ്ട് ഉപ്പ് വളരെ കുറച്ച് മാത്രം ചേർക്കുക, അല്ലെങ്കിൽ കുക്ക് ചെയ്ത് വരുന്ന സമയത്ത് ഉപ്പ് കൂടിപ്പോവേ. ഇനി ഇതിലോട്ടേക്ക് ഒരു 1/4 ടീസ്പൂണ് പെപ്പർ ചേർക്കുന്നുണ്ട്. അതുപോലെ ചില്ലി ഫ്ലേക്സ് ഒരു 1/2 ടീസ്പൂണ് ചേർക്കുന്നുണ്ട്. പിന്നെ ഒറിഗാനോ 1/4 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അതുപോലെ പാല് നല്ല രീതിയിൽ തിളപ്പിക്കുക. പാല് നല്ലോണം തിളച്ച് ഏകദേശം വറ്റി തുടങ്ങുന്ന സമയത്ത് നമ്മുടെ കോൺ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 കോണ് പുഴുങ്ങിയിട്ടുണ്ടെങ്കിലും 1.5 കോണ് മാത്രമേ ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ടേക്ക് 3 സ്ലൈസ്ഡ് ചീസും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ അത് ചേർക്കുക. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് സ്ലൈസ് ചീസാണ്. ഈ 3 സ്ലൈസ് ചീസും കൂടി അതിലോട്ടേക്ക് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് ആ പാല് മൊത്തം വറ്റിച്ചെടുക്കുക. ഓവറായിട്ട് ഡ്രൈ ആക്കരുത്, ഒരല്പം ഒരു വെറ്റ്നെസ് വേണം. ആ രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പം നമ്മുടെ ഈസി ആയിട്ടുള്ള നമ്മുടെ കോണ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്കിതൊന്ന് സെർവിങ് ബോളിലോട്ടേക്ക് മാറ്റാം. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. കാരണം എന്ന് പറഞ്ഞാൽ ഇതിന് നല്ല ചീസി ഫ്ലേവറാണ് വരുന്നത്. ബട്ടറിൻ്റെതും ചീസിൻ്റെ ഒക്കെ ഫ്ലേവർ വരുന്നുണ്ട്. ചെറിയ കുട്ടികൾക്കൊക്കെ ഒന്നാമത് കോണ് ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ. അപ്പം ആ കുട്ടികൾക്ക് ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പം നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയുക. എൻ്റെ റെസിപ്പീസ് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.